എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ടുള്ള ഒരു തോരനാണ്. അതിനുവേണ്ടി ഞാൻ 300 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് മുളക് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 വിസിൽ വരുന്നവരെ കുക്കറിനകത്ത് വെച്ച് നമ്മളത് വേവിച്ചെടുക്കണം. 5 വിസിൽ വന്നു. ഞാനിത് ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഇത് വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊരു കഷ്ണം എടുത്ത് നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഈ ബീഫ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി തോരന് വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കുറച്ച് തേങ്ങാക്കൊത്ത്, കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് മാറ്റി വെക്കണം. 1 കപ്പ് തേങ്ങ ചെരുകിയത്. ഈ തേങ്ങയിലേക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതൊന്ന് ചതച്ച് മാറ്റി വെക്കണം. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. ബീഫ് തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മളൊരു ചട്ടി വെച്ച് ചൂടാക്കി അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് കടുക് ഇടുന്നു. അത് കഴിഞ്ഞ് പെരിഞ്ചീരകം ഇടുന്നു. എന്നിട്ട് മുളക്, കരിയാപ്പില ഇത്ര ഇട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കണം. എന്നിട്ട് അതിനകത്തോട്ട് ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് നല്ലതുപോലെ ഇളക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇന്ന് നല്ലപോലെ വരണ്ട് വന്നിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ അടികൂട്ടി ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഏകദേശം ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി എന്നിട്ടിത് ഒന്ന് അടച്ചു വെക്കാം. ആവിയിലിരുന്ന് ഇതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ അരപ്പ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് മിക്സ് ചെയ്ത് വെച്ച ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ലതുപോലെ തേങ്ങയുടെ കൂട്ടെല്ലാം ബീഫിനകത്ത് വരത്തക്കതുപോലെ ചെറിയ തീയിലിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച വറ്റൽമുളകും അല്പം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കണം. എങ്കിലേ ഇതിനൊരു നല്ല മണം കിട്ടത്തുള്ളൂ. ഇതെല്ലാം ചേർത്തിളക്കിയപ്പോൾ ഇത് നല്ലൊരു മണം വരുന്നുണ്ട്. അല്പം ഉപ്പും കൂടെ ഞാൻ ചേർത്ത് ഇളക്കുന്നുണ്ട്. ഇതൊന്ന് യോജിച്ച് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെറുതായിട്ട് ഒന്നുടന്ന് അടച്ചു വെക്കുന്നു ചെറിയ തീയിൽ. നമ്മുടെ ബീഫ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് അല്പം കരിവേപ്പിലയും കൂടെ ചേർത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ഈ ബീഫ് തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ അഭിപ്രായം പറയുകയും ചെയ്യണം. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും